കേട്ടാലും നൃപോത്തമ മാധവ പ്രിയ ഭക്തശ്രേഷ്ഠനാം നാരദനും കൃഷ്ണനെ കാൺമാനായി പാതകതൻ ചെന്ന നേരത്തു മുകുന്ദനും നിര്യാണകാലഭാവാരംഭമായത് മൂലം മാധവ മന്ദിരത്തിൽ ചെല്ലാതെ മുനീന്ദ്രനും സദരം കൃഷ്ണചിത്തം ഒക്കെ വേയറിഞ്ഞിട്ടു ദേവർഷി പ്രഭരണം നാരദനതു നേരം ആവിർമോദേന വസുദേവ മന്ദിരത്തിങ്കലാഗതനായി മുനി തന്നെ കണ്ടതു നേരം വേഗേന വസുദേവർ എഴുന്നേറ്റുടൻ ഭക്ത്യാ പാദ്യാർഘ്യാസനാദികൾ കൊണ്ടു പൂജിച്ചിട്ട അഭിവാദ്യവും ചെയ്തു മുനി തന്നോട് പറഞ്ഞതു നിഞ്ചുരുവടി ഇവിടേക്ക് വന്നത് മൂലം അന്തസ്താപങ്ങതീർന്നു ശുദ്ധമായ മമകുലം എന്നല്ല ഭവാനുടെ സഞ്ചാര നിമിത്തമായി മണ്ണിടത്തെങ്കിൽ സുഖം വരുന്ന ശരീരീണ്ണാം ഉത്തമാധവന്മാരായിരിക്കും പുത്രന്മാർക്കു സത്തമനാകും പിതാവെന്നതുപോലെ തന്നെ ഉത്തമന്മാർക്കു ദേവചരിതം സുഖമായും ഉത്തമേതരന്മാർക്കു ദുഃഖതമായും വരും. കർമ്മികളായുള്ളവർക്കു എങ്ങനെ മോക്ഷം വരും മംഗളപദേ പറഞ്ഞിടുക വഴി പോലെ ഇത്തരം വസുദേവൻ തന്നുടെ വാക്കു കേട്ട് ചിത്തകൗതുകത്തോട് നാരദൻ അരുൾ ചെയ്തു. കേട്ടുകൊള്ളുക, മുന്നം ധാതാബിംബപ്രനായി വാട്ടമെന്നിയെ ഭവിച്ചിടിനാൽ സ്വയംഭുവൻ തൽസുതൻ പ്രിയപ്രദൻ തൽസുതൻ അഗ്നീന്ദ്രനു തൽസുതന്മാരി പിന്നേർഷവനപൻ പുത്രൻ തൽസുതന്മാരായ 100 പുത്രന്മാരുണ്ടായി വന്നു. വത്സന്മാരതിൽ മുമ്പനായത് ഭരതൻ പോൽ ഭരതാനുജന്മാരും പൊതുവേരും ഓർത്താൽ പെരിക പ്രസിദ്ധന്മാർ നവയോഗികളല്ലോ എന്നതിൽ മുന്നേവനായുള്ളവൻ കവിയല്ലോ. പിന്നേവൻ ഹരിദാനം അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ വിപ്പലായനാഗൃഹോപ്രം പിന്നെ സുബുദ്ധി ദ്രുമിളനും ചമസങ്കരഭാഗ്യം ഭഗവത് രൂപമായിട്ടിരിക്കുന്നോർ വിശ്വം സദസദാത്മകമായെന്നതും അറിഞ്ഞ് ഉള്ളിൽ എത്രയും തേജോമയന്മാർ ലോകങ്ങളിൽ ഉത്തമ ഗുണവന്മാർ ഒന്നിച്ച് നടക്കുമ്പോൾ മൈതിരനായ നിമിത്രവൻ അങ്ങൊരു യാഗം ചെയ്തിടും നേരം നവയോഗികൾ ചെന്ന് ആത്മാനുരൂപന്മാരാ യോഗികൾ തമ്മിൽ കണ്ട് സ്വാത്മന പുരോഹിതനും കൂടി പൂയിച്ച് ആത്മാനന്ദത്തോടെ ചോദിച്ചത് വിദേഹനും. ആത്മജ്ഞാനികളായ യോഗികൾ തമ്മോടായി അങ്ങനെയുള്ള നിമീ സംവാദം കൊണ്ട് ഞാനും ഇന്നിഹ ഭവാനൊടുങ്ങി പേരും അറിയിക്കാം. മന്നവൻ നിമിനവയോഗികളോട് ചൊന്നാൻ, മണ്ണിടത്തെങ്കിൽ ഈശന്മാരായി നിങ്ങളെല്ലാം വിഷ്ണു ഭക്തന്മാരായി വിഷ്ണു സന്മയലോകേ വിഷ്ണു ബോധേന ലോകം പാവനമാക്കിയിടുവാൻ സഞ്ചരിക്കുന്ന നിങ്ങൾ ദേഹത്തെ കാണാൻ ഏറ്റവും ചഞ്ചല ഹൃദയന്മാരാകിയ മനുഷ്യർക്ക് ദുർലഭം കണ്ടെത്തിയ ദുരിതമെല്ലാം നീങ്ങിക്കില്ല
സംസാരത്തിൻ ഭ്രമവും തീരുന്നു.